ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ ഈശോ കണ്ടു. ദൈവിക സ്ഥലത്തെയും ദൈവിക കാര്യങ്ങളെയും വേണ്ടത്ര പ്രാധാന്യത്തോടെ കാണാത്ത ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് ഈ സുവിശേഷത്തിൽ പറയുന്നത്. യഹൂദരുടെ ഏക ദേവാലയമായിരുന്നു ജെറൂസലേം ദേവാലയം എന്ന് നമുക്കറിയാം. ബാക്കി അവർക്കുള്ളതെല്ലാം സിനഗോഗുകളാണ്. ആ ഏക ദേവാലയത്തിൽ പോലും ഉചിതമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് യോജിക്കാത്ത രീതിയിൽ, അതിൻ്റെ വിശുദ്ധി പരിഗണിക്കാതെ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അവ ദേവാലയത്തിൽ ബലിക്ക് ഉള്ള കാര്യങ്ങളായിരിക്കാമെന്നൊരു പക്ഷേ ഒരു വിശദീകരണമോ ന്യായീകരണമോ ഒക്കെ പറയാം. കാളയും ആടും പ്രാവും ഒക്കെ ബലിയർപ്പണത്തിന് ആളുകൾക്ക് വാങ്ങുന്നതിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി ക്രമീകരിച്ചതാണെന്ന് പറയാം. പക്ഷെ അവയുടെ സ്ഥാനം പുറത്തായിരുന്നു. സാവധാനം എങ്ങനെയോ അത് കാലക്രമത്തിൽ അകത്ത് കയറി. അത് കുഴപ്പമില്ല എന്നൊരു ചിന്തയും അവരുടെ ഉള്ളിൽ വന്നു. അവിടെ നടന്ന കാര്യങ്ങൾ വിലപേശലും അതുപോലെ കച്ചവടവുമൊക്കെ ആയിരുന്നു. അത് ദേവാലയത്തിന് ചേരാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവ ബലിക്കുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ പോലും ഈശോ ഈ ആളുകളോട് കലഹിക്കുന്നതും ഒരു ചാട്ടയുണ്ടാക്കി ആ മൃഗങ്ങളോടുകൂടി അത് വിറ്റിരുന്ന ആളുകളെയും ഈശോ പുറത്താക്കിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ വിൽക്കുന്ന ആളുകളും ആ മൃഗങ്ങളുടെ, ആ പക്ഷികളുടെ തലത്തിലേക്ക് തരം താണു പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചാട്ടയാൽ നയിക്കപ്പെടുന്ന ജീവിയാണ് കാളയും ആടുമൊക്കെ. ആടുകളോടും കാളകളോടും കൂടെ ആ ആളുകളെയും പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവരും കച്ചവട മനസ്ഥിതി ഉള്ളിൽ കയറിയപ്പോൾ ആ മൃഗങ്ങളുടെ തലത്തിലേക്ക് അവരുടെ ദൈവികമായ അംശത്തെ വിട്ട് ഒരു സാധാരണ ജീവിയുടെ അംശത്തിലേക്ക് താണുപോയി എന്ന് ഈശോ കണ്ടു. അതുകൊണ്ട് മൃഗങ്ങളോടുകൂടി അവരെയും പുറത്താക്കി. നമ്മുടെ ഏറ്റവും പ്രധാന ആത്മീയ കാര്യങ്ങളോട് നമ്മളും ഇപ്രകാരം സന്ധി ചെയ്യാറുണ്ട്. അതാണ് ആത്മശോധനയ്ക്ക് പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒരു വിഷയം. ആത്മീയ കാര്യങ്ങൾ മാറ്റിവെച്ചാലും വേണ്ടെന്ന് വെച്ചാലും ഒന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ഇപ്പോൾ നടന്നില്ലെങ്കിലും വേണ്ട പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും സാരമില്ല എന്ന് കരുതുന്ന ഒരു ഉദാസീന മനോഭാവം നമുക്കുണ്ട്. നമ്മുടെ ഞായറാഴ്ച ആചരണം, മാസത്തിലുള്ള കുമ്പസാരം, കുടുംബ പ്രാർത്ഥനകൾ, നമ്മുടെ കടമകൾ നിർവഹിക്കുന്നതിലുള്ള കാര്യങ്ങൾ, ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള ബോധം, അതുപോലെ മറ്റ് ആത്മീയ ശുശ്രൂഷകളിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലും വിശുദ്ധ കുർബാന സ്വീകരണത്തിലുമൊക്കെ നമ്മൾ എത്രമാത്രം ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന ആത്മശോധന ചെയ്യേണ്ടതാണ്. നമ്മളും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സൗകര്യങ്ങളെ പ്രതി മറ്റ് കാര്യങ്ങളുടെ പേര് പറഞ്ഞ് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളെ വിസ്മരിക്കുന്നെങ്കിൽ ഈശോ നമ്മളെയും ചാട്ട കൊണ്ടടിച്ച് പുറത്താക്കുന്ന രീതിയിൽ വില കുറച്ച് കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും പോകാതിരിക്കട്ടെ. ആമേൻ.